ജീലാനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അബ്ദുൽ ഖാദർ ജീലാനി അൽ ഗൗസുൽ ആദമാണെന്ന് പറഞ്ഞതിൽ പിഴച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വിശ്വാസം പിഴച്ചു. ഇതിൽ രണ്ടാലൊന്ന് നിങ്ങൾക്ക് പിഴച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ അശ്അരി വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിവാഇന്റെ കാര്യത്തിൽ അല്ലാഹു 7 ആകാശങ്ങളുടെ മുകളിൽ അർശിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ അശ്അരികൾക്ക് പിഴച്ചു എന്ന് അബ്ദുൽ ഖാദർ ജീലാനി സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വന്തം കൈപ്പടയിൽ. പിന്നെയോ ഈ കിതാബിന്റെ 57-ാമത്തെ പേജിൽ മഹാനവറുകൾ പറയുകയാണ്, വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ കൈഫ ശാഅ വ കമാ ശാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ ഇറങ്ങി വരും. 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. നിങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെയുണ്ടോ? നാട്ടുകാരായ മനുഷ്യന്മാരെ ചിന്തിക്കുകയും സമസ്തക്കാരുടെ വിശ്വാസം എന്താണ്? അല്ലാഹു ഇറങ്ങി വരുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമസ്തക്കാരിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാകും? കാന്തപുരം എങ്ങനെ വലിയുണ്ടാകും? അബ്ദുൽ ഖാദർ അൽ ജീലാനി എഴുതി വെച്ച അഖീദയ്ക്ക് വിരുദ്ധമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് എങ്ങനെ വിലായത്തുണ്ടാകും? അവരിൽ നിന്ന് എങ്ങനെ വലിയുണ്ടാകും? വലിയുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താന്റെ വലിയുണ്ടാകും. ശൈത്താന്റെ വലിയുണ്ടാകും. സിഎംയുടെ ഒരു ശൈത്താന്റെ വലിയാണ്. എഴുതി വെച്ചോ നാട്ടുകാരെ, ദാ കിതാബ് വെച്ചിട്ടാ സംസാരിക്കുന്നത്. എഴുതി വെച്ചോ, രേഖപ്പെടുത്തിക്കോ, മനസ്സിൽ കുറിച്ചിട്ടോ. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഹുജ്ജത്താണിത്, ന്യായമാണ്. നാളെ പരലോകത്ത് വന്നിട്ട് അല്ലാഹ് ഞാൻ അറിഞ്ഞില്ല റബ്ബേ എന്ന് പറയാതിരിക്കുവാനുള്ള ന്യായമാണ്. ദാ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ തന്നെ കിതാബ് പറഞ്ഞു. ഖുർആൻ പറഞ്ഞ് ഓതിയാൽ നിങ്ങൾ വിശ്വസിക്കൂല, ഹദീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട, ഹദീസ് പറഞ്ഞാലും വേണ്ട, ഖുർആൻ ഓതിയാലും വേണ്ട. എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി എന്നെ പറഞ്ഞു അശ്ശരികളെ പിഴച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അശ്ശരികളെ വിടാൻ തയ്യാറുണ്ടോ? അവരെ പള്ളികളിൽ നിന്ന് അടിച്ചിറക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ പള്ളികളിൽ നിന്ന് അവർക്ക് വെച്ച് വിളമ്പിക്കൊടുക്കുന്ന, അവരെ തീറ്റിക്കുന്ന നാട്ടുകാരെ, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, അശ്അരികൾ പിഴച്ചതാണ്, ഞാൻ കിതാബുകൾ ഉദ്ധരിക്കും. അശ്അരികളെ തക്ഫീർ ചെയ്ത അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞ കിതാബ് ഞാൻ ഇവിടെ ഉദ്ധരിക്കും. കിതാബുകൾ ഈ 1000 വർഷം മുമ്പ് എഴുതിയ കിതാബ്, അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് എഴുതിയ കിതാബ്, ദാ ഇവിടെ ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്. വഹാബികൾ കാഫിറാക്കുന്നു എന്ന് രാവിലെയും രാത്രിയും സ്റ്റേജുകളിൽ കെട്ടി ഉയർത്തി അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ, നിങ്ങൾ കാഫിരീങ്ങളാണ്. ദാ ഈ കിതാബിലുണ്ട്. ഈ കിതാബ് ഞാൻ വായിക്കും. അശ്അരികൾ മുസ്ലിമീങ്ങളല്ല എന്ന് എഴുതിയ ഈ കിതാബ്, അതവ അദ്ദേഹത്തിന് പിഴച്ചതാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കും. കാരണം നിങ്ങളോട് നമ്മൾ പറയും ഖബർ ആരാധിക്കാൻ പാടില്ല, ഖബറിൽ പോകാൻ പാടില്ല, ഔലിയാക്കളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അത് ഇന്ന ഇമാമിന്റെ കിതാബിലുണ്ട്. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഷെയ്ഖിന്റെ കിതാബിലുണ്ടല്ലോ. ഷെയ്ഖുമാർക്ക്, ഇമാമുമാർക്ക് ശിർക്കിൽ പിഴച്ചോ, ശിർക്കിൽ പിഴച്ചോ, കുഫറിൽ പിഴച്ചോ? അങ്ങനെ പിഴക്കൂല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ കിതാബ് എഴുതിയ ഇമാമിന് പിഴച്ചോ? അശ്അരികൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഇമാമിന് പിഴച്ചോ? കുഫറിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ്, ഈ ഇമാമിന് പിഴച്ചിട്ടാണോ നിങ്ങൾ കാഫിരീങ്ങളാണെന്ന് എഴുതിയത്? നിങ്ങൾ കാഫിരീങ്ങളാണെന്ന് പച്ചക്ക് കിതാബിലുണ്ട്. പച്ചക്ക് ഹിജറ 400 എഴുതിയ കിതാബാണ് ഇത്. 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് അശ്അരികൾ കാഫിരീങ്ങളാണ്, അശ്അരികൾ അർത്ഥം തിന്നാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഫറിൽ ഈ ഇമാമിന് പിഴച്ചോ? നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂല കുഫറിൽ. അങ്ങനെയാണെങ്കിൽ കുഫറിൽ ഇമാമിങ്ങൾക്ക് പിഴയ്ക്കൂലെങ്കിൽ ഈ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം അശ്അരികളായി നിങ്ങൾ കാഫിരീങ്ങളായി. ഞാൻ ആരെയും കൂടെ തക്ഫീർ ചെയ്യുന്നില്ല. എല്ലാം കിതാബ് ഉദ്ധരിച്ചാ പറയുന്നത്. കിതാബിൽ പറയുന്നത് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെച്ച് പറഞ്ഞു തരുന്നു. അതിൽ നമുക്ക് അർത്ഥം വെച്ചത് പിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമ്മൾ അർത്ഥം വെച്ച് പിഴച്ചു, നിങ്ങൾ അർത്ഥം വെച്ച് പിഴച്ചു എന്ന് ഇവിടെ തന്നെ സ്റ്റേജ് കെട്ടി നിങ്ങൾ പറയും. നമ്മളതിന് മറുപടി പറയാം. നമ്മളതിന് മറുപടി പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ കിതാബ് പോലെ ഞാൻ അർത്ഥം വെക്കുന്നത് പിഴച്ചു എന്ന് പറയുവാൻ, ഈ കിതാബിൽ അങ്ങനെ ഇല്ല എന്ന് പറയുവാൻ, മുഗ്നി അല്ലെങ്കിൽ അൽ ഖുരിയ എന്ന ഈ കിതാബിൽ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി തആല അശ്അരികൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് കിതാബ് ഓതി പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്?
ഇല്ല ഇല്ല, നിങ്ങളുടെ മുട്ട് വിറയ്ക്കും. ഇത് മുജാഹിദീങ്ങളല്ല, സൂക്ഷിച്ചോ. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ ശിഷ്യന്മാരാ. ആരാ ഷെയ്ഖ് മുഖ്ബിൽ എന്നറിയോ? ഒരിക്കൽ അദ്ദേഹത്തിന്റെ, നമ്മുടെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ. അദ്ദേഹത്തിന്റെ മർക്കസിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നേതാവായ സ്ത്രീ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതാവ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പള്ളിയൊന്ന് നമുക്ക് പരിശോധിക്കണം, നിങ്ങളുടെ പള്ളിയൊക്കെ നമുക്കൊന്ന് കാണണം, നിങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു, അവിടെ മുസല്ല നിസായുണ്ട്, സ്ത്രീകളുടെ പള്ളിയുണ്ട്, അവിടെ കയറി പരിശോധിച്ചിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ കയറി, ആ സ്ത്രീയാണ്, ആണുങ്ങളുടെ കയറി വരവാൻ നമ്മളെ സമ്മതിക്കൂല. ഐക്യരാഷ്ട്രസഭയുടെ നേതാവിനോട് ആദർശം വെട്ടിത്തുറന്ന് പറഞ്ഞ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല ശിഷ്യന്മാരാ. അള്ളാഹുവിന്റെ തൗഫീഖാണ്, നമ്മുടെ ഫദ്ലല്ല. അള്ളാഹു നമുക്ക് തന്ന, ഈ വിനീതന്മാർക്ക് തന്ന അനുഗ്രഹമാണ് ആ ഷെയ്ഖിന്റെ